എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ആലില നെക്കാണ്. അതും സെയിം കളർ തന്നെ പൈപ്പിംഗ് ആണ് ഇതിൽ വെച്ചിട്ടുള്ളത്. വളരെ ഭംഗിയുള്ളതും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നെക്ക് ഡിസൈനാണ് ബിഗിനേഴ്സിന്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഞാൻ ഇതിന് എടുത്തിട്ടുള്ളത് ഒരു ക്യാൻവാസാണ്, പേപ്പർ ക്യാൻവാസ് ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നെക്കിൻ്റെ വിഡ്ത്ത് ഇതിൽ നമ്മൾ കൊടുക്കുന്നത് 4 ഇഞ്ചാണ്. അപ്പോൾ ഇതുപോലെ 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. 4 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടുന്ന് ഇതുപോലെ ക്രോസ് ആയിട്ടാണ് ഞാൻ വയ്ക്കുന്നത്. 7.5 ഇഞ്ച് ക്രോസ് ആയിട്ട് ഇതുപോലെ വയ്ക്കുക. ഓക്കെ, 7.5 ഇഞ്ച് ക്രോസ് ആയിട്ട് വെച്ച്, അപ്പോൾ അതൊരു 6.5 ഇഞ്ചോളമാണ് സ്ട്രെയിറ്റ് ലൈനായിട്ട് വരുമ്പോൾ വരിക. അപ്പോൾ ഇനി ഇതിനെ നമ്മൾ ഒരു ബോക്സാക്കി മാറ്റിയതിന് ശേഷം നമ്മൾ കറക്റ്റ് ആലിലയുടെ ഷേപ്പ് കൊടുക്കുക. അപ്പോൾ ഇത് നോക്കുക, നമ്മൾ അതിൻ്റെ ബോക്സ് ഷേപ്പ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ ജസ്റ്റ് ഫ്രീ ഹാൻഡാണ് ഇതിൽ ഷേപ്പ് വരയ്ക്കുന്നത്. ടൂൾസ് ഒന്നും തന്നെ യൂസ് ചെയ്യുന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഷേപ്പ് ചെയ്തെടുക്കുക. അതിൽ നെക്കൊക്കെ വരയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അത് പ്രത്യേകിച്ച് വലിയ പണിയില്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് ഫ്രീ ഹാൻഡ് ഇങ്ങനെ വരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ വരച്ചെടുക്കുക നമ്മൾ. അപ്പോൾ ഇത് നമ്മൾ വരച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതുകൊണ്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നതിൻ്റെ മുമ്പ് ജസ്റ്റ് ഈ മുകളിൽ ഇതുപോലെ നമ്മളൊരു ബ്രിഡ്ജ് വരച്ചിട്ട് ഇതുപോലെ ഇത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്തിൻ്റെ ഷേപ്പ് മാത്രമാണ് നമ്മൾ കറക്റ്റായിട്ട് വെട്ടിയെടുക്കേണ്ടത്. കാരണം ഇത് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്കാണ് ഇത് ഫോൾഡ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി ഇത് ഫാബ്രിക്കിൽ വെച്ച് അയൺ ചെയ്ത് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ നോക്കുക, ഇത് നമ്മൾ അയൺ ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡ് 3 സൈഡും മടക്കി ഇതുപോലെ തയ്ച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ 3 സൈഡും ഇതുപോലെ മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നേരെ സെൻറ്റർ മടക്കി അതിൻ്റെ സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയിൽ നമ്മൾ വരച്ചെടുക്കുക. അപ്പോൾ നോക്കുക, ഏറ്റവും ആദ്യം ലൈനിങ് വെച്ചിട്ടുണ്ട്. ലൈനിങ്ങിൻ്റെ മുകളിലാണ് ഞാൻ ഈ തുണി വെച്ചിട്ടുള്ളത്. അതിനുശേഷം അതിൻ്റെ സെൻറ്റർ കറക്റ്റ് ചെയ്തിട്ട് ഇതുപോലെ നെക്ക് വയ്ക്കുക. നെക്ക് വെച്ച് പിൻകുത്തുക. അപ്പോൾ ഇതുപോലെ ഒരു 3 പിന്ന് കുത്തിക്കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് ഇരുന്നോളും. ഇനി സെൻറ്റർ കൂടെ ഒന്ന് തയ്ക്കണം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടെ കറക്റ്റായിട്ട് തയ്ച്ചെടുക്കുക. അപ്പോൾ സെൻറ്റർ കൂടെ ഒന്ന് തയ്ച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതോടെ കറക്റ്റ് ഫിക്സ് ആയിട്ട് അവിടെ ഇരുന്നോളും. പിന്നെ 2 സൈഡിലേക്ക് നമുക്ക് നെക്ക് മാറിപ്പോവില്ല. അപ്പോൾ ബിഗിനേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. നെക്ക് തയ്ക്കുന്ന സമയത്ത് പലർക്കും സംഭവിക്കാവുന്നതാണ്, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോവും. ഇതാകുമ്പോൾ ആ പ്രശ്നമില്ല. ഇനി നമ്മളിത് ഡയറക്റ്റ് ഈ സൈഡിൽ കൂടെ ഇതുപോലെ വെച്ച് തയ്ച്ചെടുക്കുക. അപ്പോൾ ഇത് വളരെ ചെറിയ ഒരു വീഡിയോ ആണ്. ഇതിൽ ഇത്രയും ഭാഗമാണ് ഇതിൽ കാണിക്കണുള്ളൂ. അപ്പോൾ ഈ നെക്കിൻ്റെ ഭാഗം മാത്രം ആണ് കാണിക്കുന്നത്. അപ്പോൾ നോക്കുക, ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുക. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉൾഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. സാധാരണ നമ്മൾ എല്ലാം ചെയ്യുന്ന പോലെ തന്നെ ഇത് ഉൾഭാഗം ഒരു കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ ഒരു സാധാരണ നമ്മൾ പ്രഷർ ഫുട്ടിൻ്റെ ഒരു പല്ലിൻ്റെ വീതിക്കാണ് ഇട്ട് കട്ട് ചെയ്യാറ്. അതേപോലെ തന്നെ ഇത് കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ.
ഓക്കെ, ഇനി ഉള്ളിലത്തെ ഈ സൈഡുകൾ മുഴുവൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഏറ്റവും സെൻറ്റർ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നൂല് നമ്മൾ സ്റ്റിച്ച് ചെയ്ത നൂല് പൊട്ടരുത്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ പൈപ്പിംഗ് വെക്കുന്നത് കൊണ്ട് ഇത് നമുക്ക് പതിച്ചടിക്കുക എന്ന് പറഞ്ഞാൽ ആ സംഭവം ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിനെ കറക്റ്റായിട്ട് അപ്പുറത്തേക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്ത് അയൺ ചെയ്ത് എടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുക. അയൺ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിൽ ഡയറക്റ്റ് നമുക്ക് പൈപ്പിംഗ് അറ്റാച്ച് ചെയ്യാം. അത്രയാണ് ഇതിൻ്റെ പണി വരുന്നത്. അപ്പോൾ പൈപ്പിംഗ് അറ്റാച്ച് ചെയ്യുന്നത് കൂടി നിങ്ങൾ കാണുക. അപ്പോൾ നോക്കുക, നമ്മൾ അയൺ ചെയ്ത് എടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ പൈപ്പിംഗ് അറ്റാച്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് വശം കണ്ടില്ലേ, ബാക്ക് വശം എങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒന്ന് ഹെം ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നോക്കുക, ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ഇത് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ചെയ്യാൻ ഇതിൻ്റെ സെൻറ്റർ കറക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് പൈപ്പിംഗ് അറ്റാച്ച് ചെയ്യണമെന്ന് ശ്രദ്ധിക്കുക ബിഗിനേഴ്സ്. പല വീഡിയോയിലും ഞാൻ ചെയ്തിട്ടുള്ളതാണ്. എന്നിരുന്നാലും നിങ്ങൾ അത് കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ നമുക്ക് ആ സെൻറ്ററിൽ കറക്റ്റ് ആ ആംഗിൾ ഷേപ്പ് കിട്ടില്ല, കോൺ ഷേപ്പ് കിട്ടില്ല. അപ്പോൾ നോക്കുക, ഇനി നമ്മളിതിൽ പൈപ്പിംഗ് അറ്റാച്ച് ചെയ്യണത്. അപ്പോൾ നോക്കുക, ഇതാണ് പൈപ്പിംഗ്. അപ്പോൾ പൈപ്പിംഗ് ഇതുപോലെ വെച്ച് തയ്ച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നോക്കുക, ഈ സൈഡ് നമ്മൾ സിംഗിൾ പ്രഷർ ഫുട്ട് ഇട്ടിട്ട് വേണം ഇത് തയ്ക്കാൻ. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. നോക്കുക, നമ്മളിതിൽ സിംഗിൾ പ്രഷർ ഫുട്ടാണ് ഇട്ടിട്ടുള്ളത്. അതിനുശേഷം ഇത് അറ്റാച്ച് ചെയ്യണത് ശ്രദ്ധിക്കുക. ഉണ്ടോ, കറക്റ്റായിട്ട് ഇതുപോലെ സിംഗിൾ പ്രഷർ ഫുട്ട് വെച്ചിട്ട് ഇത് തയ്ച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ നല്ല കറക്റ്റായിട്ട് ഇതുകൊണ്ട് പിടിച്ചു കൊടുക്കണം. അപ്പോൾ എൻ്റെ ഈ സെൻറ്റർ എത്തുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ട് നമ്മൾ നിർത്തിയതിന് ശേഷം ഇതുകൊണ്ട് ഇവിടെ നിർത്തി. ഇനി നമ്മൾ ഇതിന്ന് വേറൊരു പീസ് ആണ് പൈപ്പിംഗ് ഇപ്പുറത്തേക്ക് വെച്ച് കൊടുക്കുന്നത് നമ്മളിതുപോലെ. അപ്പോൾ കറക്റ്റ് ആ കോൺ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ അവിടെ ഒരു ബെൻഡാണ് വരിക. അപ്പോൾ ഇത് ആ ബെൻഡ് വരില്ല, നമുക്ക് നല്ല ഭംഗിയിൽ കിട്ടും. ആ കോർണർ ഷേപ്പ് നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടും ആ അല്ലയുടെ. അപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ഈ പൈപ്പിംഗ് വെച്ച് തയ്ച്ചെടുക്കുക. അപ്പോൾ ഈ പൈപ്പിംഗ് വെച്ച് തയ്ച്ചെടുക്കുന്ന ഈ ഒരു പണിയും കൂടി തന്നെയാണ് ഇതിലുള്ളൂ. പിന്നെ വേറെ ഒന്നും തന്നെ ഇതിൽ ചെയ്യണില്ല. കാരണം ഇതൊരു പ്ലെയിൻ തുണിയിൽ ഉള്ള ഒരു പാറ്റേൺ ആയതുകൊണ്ട് ഈ ഇലയുടെ ഷേപ്പ് നന്നായി ചെയ്തെടുക്കുക എന്നുള്ള ഒരൊറ്റ പണിയുള്ളൂ. ഇനി ഇതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ ഒരു സ്റ്റിച്ചും കൂടി ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഇത് അവസാനിപ്പിക്കാൻ. അപ്പോൾ ആ സ്റ്റിച്ചും കൂടി ചെയ്തിട്ടുള്ളത് നോക്കുക നമ്മൾ. ഇത് ആ സ്റ്റിച്ചും കൂടി ചെയ്ത് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.